Hello മക്കളെ, ദാടാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. Which is incorrect with reference to chloroplast? ക്ലോറോപ്ലാസ്റ്റിനെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് is also called as kitchen of the cell. കിച്ചൺ ഓഫ് സെൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് കിച്ചൺ ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നത്? ദിസ് ഈസ് ദി പ്ലേസ് വെർ ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ പ്രസൻസ് ഓഫ് ആൽഗെ ആൻഡ് പ്രസന്റ് ഇൻ ആൽഗെ ആൻഡ് പ്ലാന്റ്സ്. നമ്മുടെ ആൽഗയിലും പ്ലാന്റ്സിലും ഇത് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൽഗയിലും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിലും എന്തുണ്ടാവും? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. നമ്മുടെ പ്ലാന്റ് സെല്ലിന്റെ ഒരു പ്രത്യേകതയല്ലേ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ബി ഓപ്ഷൻ നോക്കിയടാ, റിലീസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ നമ്മുടെ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്താ പറയുന്നത്? നമ്മൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 6CO2 + 12H2O എന്ന് പറയുന്നത് നമുക്ക് എന്താണ് തരുന്നത്? C6H12O6. ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് തരുന്നുണ്ട്? 6O2 + 6H2O തരുന്നുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന ക്ലോറോപ്ലാസ്റ്റിൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ സൺലൈറ്റിനെ, നമ്മുടെ വാട്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ നമ്മൾ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്ത് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് വണ്ണും കറക്റ്റ് അല്ലേ? തേർഡ് വൺ നോക്കിയടാ, ഒക്കേഴ്സ് ഓൺലി ഇൻ സെൽ വിത്ത് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് റെസ്പിറേഷനിൽ ഇൻവോൾവ് ആണോ? നമ്മുടെ മൈറ്റോകോൺട്രിയയിലെ റെസ്പിറേഷനിൽ ഇൻവോൾവ് ആവുന്നത്. നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസ് ചെയ്യാനല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എയറോബിക് ആണോ അനറോബിക് ആണോ നോക്കുന്നുണ്ടോ? ഇത് ഇല്ല. അപ്പോൾ പറയുന്ന തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി. So I hope you understood this. Okay, bye.